ഹലോ, നല്ല അടിപൊളി ശീലാവ് മീൻ കറി എങ്ങനെ വെക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കിയ ശീലാവ് മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി ചതച്ചതും, ഒരു ചെറിയ സബോള ചെറുതാക്കി അരിഞ്ഞതും, 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും, 2-3 കുടംപുളി എടുത്തിട്ടുണ്ട്. ഇനി പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശേഷം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചതച്ചതും പിന്നെ ചുവന്നുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് മൂന്നും ഒരേ സമയം ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. അതിന് ശേഷം പിന്നെ സബോള ചെറുതാക്കി അരിഞ്ഞ് വെച്ച സബോളയും കൂടി ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. ഇത് മൂന്നും മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ്. ആ സ്മെല്ല് വന്നാൽ തന്നെ അറിയാം അതൊന്ന് മൂത്ത് കിട്ടിയെന്ന്. അത് മൂത്തതിന് ശേഷം മാത്രമേ അടുത്തത് ഇടാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മണവും ടേസ്റ്റൊന്നും കിട്ടില്ല. ഇനി ഞാൻ പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളക് ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് ഇട്ടിട്ട് അതിന് ശേഷം നമുക്ക് സബോള ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സബോളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിൽ ചാളക്കറി വെക്കുന്ന വീഡിയോ കുറേ മുന്നേ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുടംപുളിയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയും ഇട്ട് നല്ലോണം ഒന്നും കൂടി മൂപ്പിച്ചെടുക്കാം. ആ പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് മൂത്ത് വന്നതിന് ശേഷം മാത്രം അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആവശ്യത്തിന്, നമുക്ക് എത്ര ചാറ് വേണോ മീൻ കറിക്ക് അതിനനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിള വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോരോ മീൻ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. തിള വരുന്നതിന് മുന്നേ മീൻ ഇടരുത്. കാരണം ഈ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഭയങ്കര സോഫ്റ്റാണ് ഇതിൻ്റെ മാംസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ആദ്യമേ ഇട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് തിള വന്നതിന് ശേഷം മീൻ ഇടുന്നത്. പെട്ടെന്ന് ഉടഞ്ഞു പോകും, പൊടിഞ്ഞു പോകും. പിന്നെ ഇത് ഇട്ടതിന് ശേഷം ഇതങ്ങനെ കുത്തി ഇളക്കാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഒരു മീനാണ്. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ മാംസം. ഞാൻ തന്നെ കയ്യിൽ വെച്ച് ഇത് ഇളക്കി കൊടുക്കുമ്പോൾ മെല്ലെയാണ് കേട്ടോ ഇളക്കുന്നുണ്ടായിരുന്നത്. ആ മീനുമൊന്നും കൊള്ളാതെ ഉടഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ആ ചാറിലേക്കൊന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്തത്. അങ്ങനെ മീൻ ഇട്ടതിന് ശേഷം തിളയൊക്കെ വന്നു. അപ്പോൾ ശീലാവ് മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി ഇങ്ങനെയല്ല, തൃശ്ശൂർക്കാർ ഇങ്ങനെയല്ല മീൻകറി വെക്കുന്നത്. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ.